fast. ഒന്ന് ഫാസ്റ്റ് ആയി വിടറോ. റെഡി? ഓട്ടേക്ക് അവനെ ബ്ലോക്ക് ചെയ്യ. പിടിക്കവനെ. കോൺസ്റ്റബിൾസ് catch him. മമുക രക്ഷിക്കണം. ലാലേട്ടൻ പിടിക്കണവിടെ. പിടിക്കാൻ.
എന്തായിടൂ? സർ, എല്ലാ ഫ്ലോറും സെർച്ച് ചെയ്തു, എല്ലാ ഫ്ലാറ്റും കയറി നോക്കി, അവനെ കിട്ടിയില്ല സർ. അവൻ ഇവിടെ തന്നെ ഉണ്ടാകും. ഒരു കാരണവശാലും ഇവിടെ വിടാൻ പാടില്ല. നിങ്ങൾ 7-8 പേർ ഇവിടെ തന്നെ ഉണ്ടാവണം. യെസ് സർ. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഉടനെ എന്നെ വിളിക്കണം. യെസ് സർ. ഞാൻ നിന്നെ കെട്ടാൻ പോകുന്ന പറ്റിയല്ലേ? പിന്നെ ഞാനല്ല പിന്നെ വേറെ നിന്റെ അടുത്ത് വന്നിരിക്കുന്നത്. നീ അവിടെ ഇറങ്ങിയിരിക്കും, നിനക്ക് റൂമായിട്ട്. നീ പൊടി. ഓ പിന്നെ എന്നാലും ഞാൻ നിന്നെ കെട്ടാൻ പോകുന്ന പറ്റിയല്ലേ? ഓ പിന്നെ ഞാനല്ല പിന്നെ വേറെ നിന്റെ അടുത്ത് ഞാനല്ല പിന്നെ വേറെ നിന്റെ അടുത്ത് വന്നിരിക്കുന്നത്. നീ അവിടെ ഇറങ്ങിയിരിക്കും. നീ പൊടി. ഓ പിന്നെ എന്നാലും ഞാൻ നിന്നെ കെട്ടാൻ പോകുന്ന പട്ടിയല്ലേടി? നിന്നോട് പറഞ്ഞു മാറിയിരിക്കേ. ഓ
പേടിപ്പിച്ചോളെ. പോലീസുകാർ തന്നെ ആയിരിക്കും. ഹാപ്പി ബർത്ത്ഡേ. ആന്റി എന്തിയേ? ആന്റിക്ക് മിഠായി കൊടുക്കാനാ. മോളെ പേടിപ്പിച്ചു കളഞ്ഞില്ല. ഹാപ്പി ബർത്ത്ഡേ മോളെ. താങ്ക് യു. ഇതിന് ചക്കാരിയാണോ അത് ചൈനക്കാരിയാണോ വല്ല ഉസ്ബെക്കിസ്ഥാൻകാരിയാണോ? ഏതായാലും കണ്ടു കളയാം. നളിനിയുടെ രാവുകൾ കൊള്ളാം. ഓക്കെ, ദൈവമേ എന്നെ കൂടെ പൊലിപ്പിച്ചേക്കണേ. ഒന്നുകൂടെ നോക്കിയേക്കാം. ആരെങ്കിലും വന്നാലേ ഉള്ള പണി പോകും. അതിന്റെ വയറ് പറിച്ച് മാറ്റാനും മറന്നു. ആരുമില്ല. സ്വസ്ഥമായിട്ട് നിങ്ങൾ കാണാം. തടസ്സോ? പിക്ചറായി സൂപ്പർ അച്ഛ.
പെടാ. അച്ചാലടി ചൈന. ഇവനും കൂടെ കുറച്ചങ്ങ് ചെന്ന സംഭവം ഓക്കെ. മൂക്കട്ടകളം പിന്നെ തുടങ്ങിയാട്ട വേണ്ട. അവനൊരു കോഞ്ഞാണ്. കളവങ്ങോട്ട് മൂക്കട്ടെ, കളവങ്ങോട്ട് മൂക്കട്ടെ. കൊള്ളാം കൊള്ളാം. റിമോട്ട് എവിടെ? ഞാനിവിടെ വെച്ചാണല്ലോ. ബാഗിലിട്ടു. അല്ല, ഞാൻ ഇവിടെ തന്നെയാണല്ലോ വെച്ചത്. അല്ല, ഇപ്പുറത്തെ സൈഡിൽ വെച്ചു. എന്റെ ദൈവമേ, സമയം പോയ പോക്ക് നോക്കി. ജോലിയൊന്നും കഴിഞ്ഞൂല. റിമോട്ട് ഇപ്പൊ എങ്ങനെ കിട്ടും? ഏക്കാലും പണി നടക്കട്ടെ. ഇടയ്ക്ക് കിട്ടുവാണെങ്കിൽ ഇട്ട് കാണാം. ആണെങ്കിൽ ഏക്കാലും സുധാരം എടുക്കണ. അവനെനിക്ക് തന്ന സാധനം കൊള്ളാം. ചൈനക്കാർ വെടിക്കെട്ട് സംഭവം. എന്നാൽ കുറച്ചുകൂടെ അവനും കൂടെ ഒരു സെറ്റപ്പ് ആയിരുന്നെങ്കിൽ കാണാനൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ അവൻ നോക്കാം. ഈ പരിപാടി കൊള്ളാലോ. ഇത് സിനിമയിൽ ഇവിടെ സത്യമാഷ് വള്ളം തുണിയുമ്പോഴുള്ളൊരു സംഭവം ഉള്ളത്. ഇവിടെ ഒന്ന് തുറച്ചേക്കാം. ഇനി ആ പെണ്ണുങ്ങൾ എല്ലാവരും കയറി ഇരിക്കുന്നതല്ലേ. ഈ കാസറ്റ് എടുത്തില്ലെങ്കിലും പണിയാ. ഇതന്നെ എൻ്റെ അടിയിൽ കിടന്ന് തടണ. റിമോട്ടാണോ ഭഗവാനെ? അത് കിട്ടിയായിരുന്നു അത് റിമോട്ടായിരിക്കും. എന്നത് അയ്യേ, ഇതെത്ര ദിവസം പഴക്കം ഉണ്ടാവും ഇത്? പക്ഷെ എൻ്റെ ഈശ്വര, ഇങ്ങനെ ഉണ്ടോ പെണ്ണുങ്ങൾ? ഞാൻ എത്ര കൊല്ലമായി ഫ്ലാറ്റ് ക്ലീൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതിപ്പോ ഇച്ചിരി കടന്ന കൈയായി പോയത്. പോട്ടെ. അയ്യോ, ഫ്രിഡ്ജ് ചെന്നി അടി. ഇനി അതും ഇപ്പൊ ക്ലീൻ ചെയ്യണം. ഇവിടെ നോക്കട്ടെ. ഇതന്നെ ഈ തടയാണ് ഇത്. അയ്യോ, ഇതേ അടുത്തത്. ഊരി എറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച കഴിഞ്ഞേ തിരക്കത്തുള്ളൂ. അന്നേരം ഇടാൻ വേണ്ടിയിട്ട്. വൃത്തിയും വെടുപ്പില്ലാത്ത ജന്തുക്കള്. പോട്ടെ. അതന്നെതാ? ആരാ അത്? ആണുങ്ങളുടെ ഷൂ. ഈ ഫ്ലാറ്റിൽ പെണ്ണുങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ഈ ആണുങ്ങളായിട്ടൂടെ ഇനി വാച്ച് പോകാൻ പറഞ്ഞ കള്ളനാണോ? എന്തായാലും നോക്കാം. അല്ല, ഇനി നോക്കണോ? അല്ലേനത്തിന് ഞാൻ ഈ ഷൂവിൻ്റെ പുറകെ നടക്കുന്നത്. എൻ്റെ റിമോട്ട് പോയിട്ട് കിട്ടിയിട്ടില്ല. അപ്പോഴാ ഒരെണ്ണുള്ളൂ. ഇതെന്നാ കളിയായത്? ഞാൻ ആദ്യം ഇവിടെ 2 ഷൂ ഉണ്ടല്ലോ, ഒരെണ്ണുള്ളൂ. ഇത് എന്നാ കളിയായത്? എനിക്കിപ്പോ തോന്നിയതാണ്. അതൊന്നുമല്ല. ഇനിയിപ്പോ എന്നെ ഷൂ ഒന്നായാലും 2 എനിക്കിപ്പോ വേണം. എനിക്ക് ആ റിമോട്ട് കിട്ടിയായിരുന്നു. ഇപ്പൊ എന്റെ കാസറ്റ് കൊടുത്ത് വീട്ടിൽ പോവാൻ. ഇതെന്ത് കൂട്ടായത്? ഇവിടെയല്ല ഞാൻ ആദ്യം 2 ഷൂ ഉണ്ട്.
അതോ ഇവിടെയല്ലേ ഒരു ഷൂ ഞങ്ങൾ ഇവിടെ രണ്ട് ഷൂ ഉണ്ട്. അവിടെ ഒരു ഷൂ, ഇവിടെ അവിടെ കിടന്ന ഷൂ എന്ത്? അത് ആ ഷൂ ഈ ഷൂ. എന്റെ ദൈവമേ, എനിക്ക് വട്ടായ ഈ ഫ്ലാറ്റ് ആരെങ്കിലും കയറിയിട്ടുണ്ടോ? അല്ല പോയി ഈ ഫ്ലാറ്റ് ആരെങ്കിലും കയറിയിട്ടുണ്ടോടാ? ചൊലകളി അറിയാലോ. കള്ളം കയറിയെന്ന് പറഞ്ഞാൽ ഈ ഫ്ലാറ്റിനകത്താണോ? പുറത്ത് കള്ളം കയറിയെന്ന് പറഞ്ഞാൽ ഈ ഫ്ലാറ്റിനകത്താണോ? എടാ നീ ആരാണെങ്കിലും ഇന്ന് നിന്നെ ഞാൻ ജഡം ഈശ്വര കാലില്ലാത്ത ഷുവായിരുന്നോ? ആ ഇതെന്നാ ജൗളിക്കടയോ ഇവിടെ? അത് കുറേ ഉണ്ടല്ലോ. 1 2 3 4. അത് ശരി. കട്ടിലിൻ്റെ അടിയിലും പെട്ടിൻ്റെ അടിയിലും ഒക്കെ ഊരിറിയുന്നതിൻ്റെ കാര്യം ഇതേ ഇഷ്ടംപോലെ മേടിച്ചു വെച്ചിട്ടുണ്ടല്ലേ. ഇതിലൊരു 1 2 എണ്ണം എടുത്താലോ? നല്ല കമ്പനി ഫീലിങ്സ്. ഇന്നത്തെ കാലത്തൊക്കെ ഷഡിക്ക് തന്നെ വില ഒരെണ്ണത്തിന് 200 രൂപ കൊടുക്കണം. ഒരെണ്ണം ഞാൻ എടുത്തിട്ട് തന്നെ കാര്യം. എന്താ ഒരു ഫീലിങ്സ്. നല്ല ലാസ്റ്റിക്. 2 എണ്ണം എടുത്തേക്കാം. അല്ലേ വേണ്ട, 3 എണ്ണം എടുത്തേക്കാം. കണ്ടമാനം അങ്ങോട്ട് പെണ്ണുങ്ങൾ ഇടണ്ട. അയ്യോ, ഇനിയിപ്പോൾ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ സെക്യൂരിറ്റി കുഴപ്പമുണ്ടാക്കുമല്ലോ. എന്നാ പിന്നെ എന്നോടാ കളി. ഇവിടെ ഇട്ട് ഈ ചട്ടി ഇങ്ങനെ മുകളിൽ എടുത്തിട്ട് അടുത്ത ചട്ടി അങ്ങ് എടുത്തിട്ട് അതിന്റെ മുകളിൽ ഇട്ട് ഇപ്പൊ പാൻറ്റത്തിന്റെ ഒരു ഷേപ്പില്ല. അവിടെ 2 അടിക്കുന്നത് ഉന്തിയും പൊളിച്ചു പിടിക്കുന്ന ഒരു ശരീരം കാണാനായിട്ട് നല്ല രസമായിരിക്കും. അതിനനുസരിച്ചു ബെൽറ്റിട്ടു, ഷൂ ഇട്ടു, സെക്യൂരിറ്റിക്ക് പണിയും കൊടുത്തു, പണിയായുധം എടുത്തു. പകരം ഇതൊരെണ്ണം എടുത്ത് വെച്ചേക്കാം. ഞാനത് വെച്ചിട്ട് ഇവിടെ തെറിച്ച് പോകാൻ വഴിയില്ല. കാരണം ഇനിയിപ്പോൾ പണി തീർന്നിട്ടുമില്ല. പെണ്ണുങ്ങളിപ്പോൾ കയറി വന്നു കഴിഞ്ഞാൽ ഈ ഇതിനകത്ത് CD ഇപ്പോൾ എടുക്കാനും പറ്റൂല. അതെടുത്തില്ലെങ്കിൽ എൻ്റെ പണിയും പോവും. എന്നാലും ആ റിമോട്ട് എവിടെ പോയി? അത് എൻ്റെ ദൈവമേ, കാണാൻ റിമോട്ട് കിട്ടിയില്ല. റിമോട്ട് കിട്ടി. ആരാ വിളിച്ചിരിക്കുന്നത്? ധൈര്യം ഇറങ്ങി വേണം. അല്ലെങ്കിൽ വേണ്ട, എനിക്ക് ചില ധൈര്യം കുറവാണോ? ദൈവമേ, ഇത് എവിടെ നിന്നായിരുന്നു കിട്ടിയത്? അയ്യോ, പെട്ടെന്ന് CD എടുക്കാം. ബാഗ് ബാഗ് കോട്ട. എന്റെ ദൈവമേ, അയ്യോ ഇത് ചാത്തനാണ് തന്നെ. ഈ ഫ്ലാറ്റിൽ ചാത്തൻകാരൻ പെട്ടിട്ടുണ്ട്. എനിക്ക് ഫ്ലാറ്റിലുള്ള പണിയൊന്നും വേണ്ടേ. ഓടാ പന്നി. നീ അകത്തോട്ട് വെക്കോ. ഇതെന്താ അണ്ണാൻ ചാടി കളിക്കണം? ആകെപ്പാട് പൊടിക്കപ്പെട് നീളമുള്ള ഇവിടെ നിന്ന് വട്ടം കിറങ്ങുന്ന അങ്ങോട്ട് ചെല്ലി. സമയം കളയണ്ട, ചെല്ലി. കാശ് തരുമല്ലോ. പിന്നെ ആക്രാന്തം പിടിക്കുന്ന എന്തിനാ മറച്ചു വെച്ചാ? നീ തന്നാ പോരെ. ആ കാര്യം പോയി നടത്തും. പിന്നെ ഇത് കാശിലൊക്കെയാണ് കാര്യം. ഇങ്ങോട്ടോ. ഇതാരോടും അതുപോലെ ഞാൻ പറയൂ, ഞാനായിട്ട് എന്റെ കഞ്ഞി പാറ്റയിടും. പിന്നെ സമയത്തിനൊക്കെ ഭയങ്കര വിലയാണ്. സമയത്തിന് വിലയാണ്, സാധനത്തിന് വിലയാണ്. സാധനം എന്തിയേ? അയ്യേ, സാധനം കുപ്പിയേ. ഓ, മറ്റേ സാധനം. അത് ഇതിനകത്തിരിപ്പുണ്ട്. അയ്യേ, നല്ല സാധനം ആന്നേ. സൂപ്പർ സൂപ്പർ. അപ്പൊ പിന്നെ എല്ലാം പറഞ്ഞതുപോലെ വെള്ളം ഗ്ലാസും ഒക്കെ അവിടെ ആ ഫ്രിഡ്ജിലുണ്ട്. ചെല്ലി ചെല്ലി. ഓ, പിന്നെ 1 മണിക്കൂറുള്ളൂ. ഞാൻ കുറച്ച് കഴിയുമ്പോ ഇങ്ങോട്ട് വരുമോ? ഇത്തിരി താമസിച്ച് വന്നാ മതി. അയ്യോ, ഈ ശരീരത്തിനാ? എന്ത്? അതെ. നിക്ക് 1 മിനിറ്റ്. പേടിക്കണ്ട, ഇത് ഞാനല്ല, സെക്യൂരിറ്റിയാ. അയ്യോ, ഇത് അതിനല്ല. കർട്ടൻ ഇടാനാ. എന്റെ ജീവൻ പോയത്. കർട്ടനിടാൻ പോയവരുടെ എന്ത് ചെയ്യുക? എടി, ഞാൻ വരുന്നെന്ന്. ഭയപ്പെടണ്ട, ഞാൻ പുറത്തുണ്ടാവും. വേഗം ആകണം. ഇട്ടാ ചെന്നോളൂ. ഇട്ടാ എല്ലാം പറഞ്ഞു. ഇച്ചിരി സമയം എടുക്കും കേട്ടോ. ഒന്നും എടുക്കാനില്ല.
എന്നെ കൊണ്ട് ഒരുപാട് സമയം എടുപ്പിക്കണേ. കൊച്ചേട്ടാ ചെറുത് ഇട്ടിട്ട് പോയാലോ? കൊച്ചേട്ടാ ഇല്ല. ഒന്ന് വാ പെട്ടെന്ന്. വരുവാ. ഇങ്ങോട്ടൊന്ന് വാണി. എടി വരുവാന്ന്. എടി ബാറ്ററി ഡൗൺ ആണെന്ന് തോന്നുന്നു. ബാറ്ററി ഞാനൊന്ന് ചാർജ് ചെയ്ത് നോക്കട്ടെ. എത്ര നേരോ ഞാൻ കാത്തിരിക്കുന്നു. ഈ ചേട്ടൻ എന്തോ എടുക്കുക അവിടെ? അമ്മച്ചിക്ക് മരുന്ന് എടുത്തു കൊടുക്കാൻ നേരമായെന്ന്. ഓ, അതാണ് ഇപ്പൊ വലിയ കാര്യം. അതിനു മുമ്പേ ഞാൻ ഇച്ചിരി മരുന്നടിക്കട്ടെ. വരുമല്ലയോ? എന്തിനാണ് നീ കിടന്ന് അലർന്നേ? ഞാനങ്ങ് പേടിച്ചു പോയി. എന്തിന്? ആ സെക്യൂരിറ്റിക്കാരനെ. അയ്യോ, അവൻ നിന്നെ വല്ലതും ചെയ്തോ? ഇല്ല, പിന്നെ? ഞാനങ്ങ് പേടിച്ചു പോയി. എന്തിനാ കൊച്ചേട്ടാ കാശ് ഇങ്ങനെ വെറുതെ കളയും? എടി നോക്ക്, നമുക്ക് ഈ ഫ്ലാറ്റിൽ 2 മുറിയല്ലേ ഉള്ളൂ. ഒരു മുറിയിൽ നിന്റെ തന്തയും തള്ളയും ചാകാൻ കിടക്കണം. ഒന്നിലാണെങ്കിൽ നമ്മളെ ഇടങ്ങഴി പിള്ളേരും. എന്ന് വെച്ച് എനിക്ക് അവരെയും കൊല്ലാൻ പറ്റുമോ? അവരെ കൊല്ലണ്ട, പക്ഷേ നിന്നെ ഞാൻ ഇന്ന് കൊല്ലും. ഒന്ന് അടങ്ങി നിൽക്കില്ല കൊച്ചേട്ടാ, ഒരു നാണമില്ല. എന്തിനാണ്ടി കാണിക്കുന്നത്? നമുക്ക് 5-6 പിള്ളേരായില്ലയോ? അയ്യോ, അല്ലെങ്കിൽ തന്നെ ഇവിടെ ആര് കാണാനിരിക്കുന്നു? ഈ നിമിഷത്തിന് വേണ്ടിയിട്ടാ ഞാൻ കാശ് എണ്ണി കൊടുത്തത്. അതുകൊണ്ട് ഞാൻ ഈ ഉടുപ്പൊന്ന് ഉരട്ട്. അതെ അതെ, ഇതാ അങ്ങോട്ട് കെട്ടുവെച്ച്. ഓ, ചാർജ് പോയി. ഒന്നുകൂടെ വിട്ടാലോ? പോയിട്ട് വാ. നീ സാരി ഒന്ന് മാറ്റിക്കേ. ഓ, ഓർക്കയാ. റഷ്യക്കാരന്മാര് പറയുന്നു ഇത് കഴിച്ച 8 കുതിരയുടെ ശക്തിയാണെന്ന്. ഇവിടെ ഉള്ളവന്മാര് പറയുന്നു ഇത് കഴിച്ച ആരോഗ്യത്തിന് ഹാനികരമാണെന്ന്. 8 കുതിരയുടെ ശക്തി പോയിട്ട് 1 കുതിരയുടെ വാലെങ്കിലും കിട്ടിയാ മതിയായിരുന്നു. വെള്ളയ്ക്ക് അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുന്ന മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന്. ഒന്ന് കാണണം വീറേന്റെ മുമ്പിലേക്കു. കുടിക്കാതിരിക്കുവോ? 10,500 രൂപ അവന് കൊടുത്തിരിക്കുകയില്ലയോ? ഈ ഒരു കാര്യത്തിന് മാത്രമേ ഉള്ളൂ ജാതിയും മതവും നോക്കാത്തത്. കൊച്ചേട്ടാ, ഓ, ചന്ത കത്തണ. അയ്യോ, എന്തുവായത്? ഒരു എരിവും പുളിയില്ലല്ലോ. ഇതില് കുതിരയും വാലും ഒന്നും കാണുന്നില്ല. പുതിയ ബ്രാൻഡ് വല്ലതും ആണോ? വരുവാന്നേ, ഞാന് കുതിര നോക്കുക. മാല കിടന്നുണ്ടാ കേട്ടോ. ഊരിയിരിക്കാം. ഇത് അങ്ങോട്ട് വെച്ചേ, അങ്ങോട്ട് വെച്ചേ. നട്ടുവാ. ഓ, ആരാണത്? ആരാണെന്ന് നോക്കിട്ട് വരാം. ചിലപ്പോ ആ സെക്യൂരിറ്റി ആണെങ്കിലോ. അവനെ ഞാൻ നോക്കി. ആരാണത്? ആരാടാ ഈ ടിവിയുടെ ഓളിയും കൂട്ടിയത്? ഇതെവിടെ പോയി? ഇനി ഇതിനകത്തെങ്ങാനും കാണുവോ? വരുവാടി. കുതിര അല്ല, എന്റെ ഒരു സാധനം പോയി. എന്ത് സാധനമാ അത്? എടി, നിന്നോട് പറയാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞു. വാ കൊച്ചേട്ടാ. എടി, അമ്മയ്ക്ക് മരുന്ന് കൊടുക്കാൻ നേരം. മരുന്ന്? അതും എന്നതാ എടി, നിന്നോട് പറയാൻ ഒക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഒരു സ്വസ്ഥം തരത്തില്ലല്ലോ. ഇത് ഓഫ് ചെയ്ത് വെച്ചേക്കാം. പിന്നല്ലാതെ. എന്നാലും എന്റെ കുപ്പി ഒന്ന് സ്വസ്ഥമായിട്ടൊന്ന് സമാധാനമായിട്ടൊന്ന് നമ്മുടെ വെള്ളം വെക്കേണ്ടി വരും. സനിയ, മോളെ സനിയ, സനിയ മർഷ, ഇൻസ്പിരേഷൻ.
നീ വലിയ കളിക്കാരിയാണെന്നറിയാം. എന്നാലും നിന്റെ പടത്തിലെങ്കിലും ഒന്ന് തൊട്ടു നോക്കട്ടെ. സനി സന്യ എനിക്കറിയത്തില്ല. അയ്യോ കുത്തവിടെ എന്നെ കുത്തേരിക്കല്ലടാ. അയ്യോ 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 അയ്യേ ഇതെന്ത് വൃത്തികെട്ട പണിയായത്? ഇയാളെന്തായി പറയുന്നത്? ഇയാളെ മനുഷ്യര് കാണിക്കുന്ന പണിയാണിത്. ഇതെന്ത് പണിയായത്? നിങ്ങളുടെ ഒച്ചയ്ക്ക് താഴെ കേൾക്കായിരുന്നല്ലോ. എന്റെ പണി പോയി തന്നെ. ഇങ്ങനെ ഇറങ്ങിയ രണ്ടുപേരും ഉരുണ്ട് കളിക്കാൻ ഇങ്ങനെ ഇറങ്ങി. എടോ ഇത് ആ സാനിയൊക്കെ ചെയ്ത പണിയാ. ഇങ്ങോട്ട് ഇറങ്ങ്. വാ 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 വാ. ആ പിടിയാനെയും കൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങ്. ഇങ്ങോട്ട് വാ വാ വാ. വരുവാന്നേ. ഉടുപ്പ് മുണ്ടും ആ ഉടുപ്പും മുണ്ടൊക്കെ പിന്നെ എടുക്കാം. പോയി ഇങ്ങോട്ട് ഇറങ്ങ്. ഒന്ന് സഹായിക്കാന്ന് വിചാരിച്ചപ്പം ഒരു പൊടിക്കുപ്പി പിടിയാനെ. ഈ പൊടിക്കുപ്പി എന്റെ പണി പോയി. നിനക്കൊരു പണി ഞാൻ വച്ചിട്ടുണ്ട്. അപ്പൊ പണി നടന്നില്ലേ? CC ക്യാമറ. മോളെ വഴക്കുണ്ടാക്കല്ലേ, അമ്മ ഇപ്പൊ വരാം. ഇവളൂടി കാത്തക്ക് അടക്കണ കാര്യം തുറന്നിട്ടൊരു പണിയല്ലേ എന്ന് 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞാലും കേക്കൊരു ശവം. കൊച്ചേ കൊച്ചമ്മിണി കൊച്ചമ്മിണി, നീ ആ പണിയൊക്കെ ഒന്ന് ഒതുക്കിട്ടിട്ട് വന്നേ. ചേട്ടാ ആ ഒന്ന് വാ. അതെ, നിന്റെ ആ കുട്ടി പിശാചിനെ ഇന്ന് കൊണ്ടുവന്നിട്ടില്ലേ? അവിടെയുണ്ട് ചേട്ടാ കുഞ്ഞ്. എവിടെ? ആ കൊച്ചു കാന്താരി ഇവിടെ കുനിഞ്ഞിരിപ്പുണ്ടായിരുന്നോ? അയ്യടാ അവിടെ ഇരുന്നോട്ടാ. ആ ഇത് പിന്നീടേലും വലിക്കാം. അയ്യോ കറണ്ട് പോണതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് തേച്ച് വെക്കാം. വീട്ടിലിട്ട് തേക്കാൻ പറ്റുമോ? മുടിഞ്ഞ ബില്ലല്ലേ. കുട്ടി കാന്താരി അവിടെ ഇരുന്നോട്ടാ, നിനക്കിപ്പോ തരാം. ഇതെന്താ ഈ പെട്ടി ചൂടാകണില്ലേ? കണ്ടവന്റെ കണ്ടായിട്ടായിരിക്കും. എന്നെ കൊല്ല്. എന്തായാലും ഒന്ന് ഇറങ്ങി നോക്കാം, അല്ലെങ്കിൽ ഞാനൊന്ന് ചാകും. നെഞ്ച് തണുത്ത് കാണും. എനിക്കും തരൂ ചമ്മണി. എന്താ ചേട്ടാ? നീ ഇങ്ങോട്ട് വന്നേ. അയ്യോ ആരെങ്കിലും കാണും. ഇവിടെ ആര് കാണാനാ? എനിക്കും ഇത്തിരി വെള്ളം തരൂ. നാളെ ഞായറാഴ്ചയല്ലേ, നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? അയ്യോ കുഞ്ഞ് കരയും. കുഞ്ഞിനെ നിന്റെ ചേച്ചി ഏൽപ്പിക്ക്. ആരും നോക്കാനില്ലേ, കുഞ്ഞ് കിടന്ന് കരയും. ഓ അതാ പറഞ്ഞ ആ കുട്ടി പിശാചിനെ കൊണ്ട് കളയാൻ. തല പൊട്ടിത്തെറിച്ച് പോട്ടെ ചേട്ടാ, അവ കുഞ്ഞു കുട്ടിയല്ലേ. ഇത് കുട്ടിയല്ല, കുട്ടി പട്ടിയാ.
എന്തൊരു ശക്തിയെ കൊച്ചി. അയ്യോ, എന്റെ ഒരു പാക്കറ്റ് സിഗരറ്റ് ഈ കുട്ടി പിശാച് എടുത്ത് കളഞ്ഞത്. നിന്നെ ഇന്ന് ഞാൻ എന്റെ ചെവി ഞാൻ ഇനി സിഗരറ്റ് എടുത്ത് കളഞ്ഞോടി അസത്തെ. ഈ അസത്തിന് എവിടെ കൊണ്ട് കള. അയ്യോ മോനെ പോട്ടെ കേട്ടോ, പോട്ടെ കേട്ടോ. അയ്യോ ഓ വാ. കൊച്ചു തോക്കെടുത്ത് അയ്യോ മോളെ, അമ്മ ഇപ്പൊ വരാം. അയ്യോ, അമ്മ പേടിച്ചു പോയല്ലോ മോളെ. ഓക്കെ, അമ്മ നല്ലൊരു കളിത്തോക്ക് മേടിച്ചു തരാം കേട്ടോ. ഉമ്മ.
croyais que tu étais plus qu'un bouclier. ഹലോ, അതെ ഞാൻ തന്നെയാടി. ഞാൻ റെഡിയാ. റിയലി? ഹോ, അതേതായാലും നന്നായി. ഞാൻ എങ്ങനെങ്കിലും ഒന്ന് ഒഴിവാകണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ആകെ ടയർഡാ. എന്നാ പിന്നെ നാളെ കാണാം. ഓക്കെ, സീ യു ടുമാറോ. ഓക്കെ ഓക്കെ, ബൈ ബൈ. अरे വരുവാന്നേ. आंटियो, अरे बेटी आज मेरा बच्चा है बर्थडे है, ये मिठाई देना. नहीं नहीं मिला. नहीं मिला? ये बेटी अपने आंटी को चॉकलेट नहीं दे दिया? दिया ना अंकल का अरे पास. क्या क्या, ഞാൻ മോക്ക് വേറെ ചോക്ലേറ്റ് കൊണ്ടുതരാം. ശരി ആന്റി. அம்மா அயன் பண்ணியாச்சு. 8 பொருள் இருக்கம்மா. എത്രയായി? 40 ரூபாயாச்சு. നാളെ വന്ന് വാങ്ങിച്ചു. சரியம்மா. Yeah, yeah, yeah.
ശരി, ഞാൻ പോയിട്ട് വരാം. ശേ, എന്താ ഇത്? ഞാൻ അവിടെ ചെന്നിട്ട് നിന്നെ വിളിക്കാം. ഓക്കെ. രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ഒരു ധീര യോദ്ധാവിന്റെ ഭാര്യയാണ് നീ. നിന്റെ കണ്ണുകൾ നനയാൻ പാടില്ല. അഭിമാനിക്കുകയാണ് വേണ്ടത്. ഗുഡ് ഈവനിങ് മാഡം. ഒരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യം? നമ്മുടെ ഈ ഫ്ലാറ്റിൽ രാവിലെ ഒരു കള്ളൻ കയറിയിട്ടുണ്ട്. കള്ളനോ? ബിൽഡിംഗ് മുഴുവൻ പോലീസുകാർ തെരച്ചിൽ നടത്തിയിട്ടുണ്ട്. ഇനി മാഡത്തിന്റെ ഈ ഫ്ലാറ്റ് മാത്രമേ ചെക്ക് ചെയ്യാനുള്ളൂ. അവരൊരുപക്ഷെ ചെക്ക് ചെയ്യാൻ വന്നേക്കും. ശരി. കള്ളനോ? ഇനി ഇതിനകത്തെങ്ങാനും കാണുമോ?
എന്താ മോളെ, എന്ത് പറ്റി? അടുക്കള ഭാഗത്ത് എന്തോ വലിയ ശബ്ദം കേട്ടു. ക്യാ? വാച്ച്മാൻ പറഞ്ഞു നമ്മുടെ ഫ്ലാറ്റിൽ കള്ളം കയറിയിട്ടുണ്ടെന്ന്. വാച്ച്മാൻ എന്നോടും പറഞ്ഞു. മോള് പേടിക്കണ്ട, വാ നമുക്ക് നോക്കാം. ദേ അവിടുന്ന്. ഓ യഹത്ത കുച്ചിനെ വല്ല അലിയോ പൂച്ചയോ ആയിരിക്കും. ഓ ടെൻഷൻ കാത്ത കോയി ബാത് നീ. ഞാനിവിടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ, വിഷമിക്കണ്ട കേട്ടോ. ദർവാസ എന്തോ. ശരി ആന്റി. ആരൊക്കെയാണ് ഇവിടെ താമസം? ഞങ്ങൾ 2 ലേഡീസ് മാത്രമേ ഉള്ളൂ സാർ. വാച്ച്മാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു കാണുമല്ലോ. ഞങ്ങൾക്ക് ഈ റൂം ഒന്ന് സെർച്ച് ചെയ്യണം. ഓക്കെ സാർ. താങ്ക് യു. കം ഓൺ സെർച്ച്. കം ഓൺ സെർച്ച്. ഓഹോ, അവൻ ഇതിനകത്ത് തന്നെ ഉണ്ടാകും. ഇടങ്ങൂരത്തിനെ കാണുന്നില്ല. മനുഷ്യന് സമാധാനം തരത്തില്ല. റാസ്കൽസ്.
ഞങ്ങൾ 2 ലേഡീസ് മാത്രമേ ഉള്ളൂ സാർ. നല്ല പിയേഴ്സ് സോപ്പിന്റെ മണം. ഓ, തുടങ്ങിയില്ല കുളി. ഇവിടെ നിന്ന് കുളിസിങ് കാണാണോ സാറ് വിളിക്കുന്നത്? വേഗം വാ. ഇവിടെ എങ്ങും ആരും ഇല്ലടോ സർ. എന്തായടോ? എല്ലായിടും നന്നായി നോക്കി സർ. 2 സ്ത്രീകൾ മാത്രമേ ഉള്ളൂ ഇവിടെ. സോറി. ഓക്കെ സാർ. കമോൺ. ശരി സർ. പടച്ചോനെ രക്ഷപ്പെട്ടു. ആ എടി, നീ എപ്പോ വരും? ഞാൻ വല്ലാതെ പേടിച്ചു പോയി. നമ്മുടെ ഫ്ലാറ്റിലൊരു കള്ളൻ കയറിത്രേ. പോലീസ് എല്ലായിടത്തും അന്വേഷിച്ചു. ഇപ്പൊ നമ്മുടെ ഫ്ലാറ്റും പരിശോധിച്ചു പോയതേ ഉള്ളൂ. ശരി. ആ വാടി. ചേച്ചി, ആ കള്ളന്റെ കാര്യം എന്തായി? എന്താകാനാ, പോലീസ് വന്ന് അന്വേഷിച്ചിട്ട് പോയി. കള്ളനെ ഒന്നും പിടിച്ചതുമില്ല. നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് ചൂടാക്കി കഴിച്ചു. ഞാൻ കുളിച്ചിട്ട് വരാം. എനിക്ക് വിശക്കുന്നില്ല. നാല് കൊല്ലം ഞാൻ അവന് വേണ്ടി കളഞ്ഞതാ. എന്ത് കാര്യത്തിനായിരുന്നു? തൊണ്ടവും പണവും വേണോ അത്ര? നട്ടലില്ലാത്ത. ആ സുരേഷോ, വാ. 100 ആയിസ. ഞങ്ങളിപ്പോ പറഞ്ഞതേ ഉള്ളൂ സുരേഷിന്റെ കാര്യം. ഇരിക്കി, ഞാൻ ചായ എടുക്കാം. ഷീലേ, വാതിൽ തുറക്ക് ഷീലേ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇല്ല, തുറക്കില്ല. നീ ഒന്ന് വാതിൽ തുറക്ക്. എനിക്ക് നിന്നെ കാണണ്ട. നിനക്ക് എന്റെ വാതിൽ തുറക്കില്ല. ഷീലേ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. പറഞ്ഞില്ലേ, എന്നെ വിളിക്കണ്ട. എനിക്ക് നിന്നെ ഇഷ്ടമല്ല. നീ വാതിലും തുറക്ക്. നീ പൊക്കോ. ഷീലേ, ഞാൻ പറയുന്ന നീ ഒന്ന് കേക്ക്. എനിക്ക് നിന്നെ കാണണ്ട. തുറക്കാനല്ലേ പറഞ്ഞേ? ഇല്ല, വേണ്ട, പോ. തുറക്ക്. നീ ഒരു ചതിയനാ. ഷീലേ, വേണ്ട. തുറക്കാനല്ലേ പറഞ്ഞേ? തുറക്ക്. വേണ്ട, തുറക്കാം. എന്താ ഈ കാണിക്കുന്നെ? നീ എന്താ എന്നെ മനസ്സിലാക്കാത്തെ? ഷീലേ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ എനിക്ക് നീ ഒന്നും കേക്കണ്ട. എന്റെ ഷീല, പ്ലീസ്. എനിക്കൊന്നും കേക്കണ്ട. ഷീല, എന്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ. നീ മാത്രം. ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലായി ഞാൻ. മോളെ, ഞാൻ തൊട്ടു പോകരുതെന്നെ. എനിക്ക് നിന്നെ ഇഷ്ടമല്ല. 4 വർഷമായിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിനക്ക് എന്റെ സ്നേഹമല്ല വേണ്ടത്, പണവും പുഞ്ചും. ഷീല, നീ എന്താ ഈ പറയുന്നത്? വേറെ പണമുള്ളവളെ കൊണ്ട് കെട്ടിക്കാനാ നിന്റെ വീട്ടുകാരത്ര ധൃതി കാണിക്കുന്നത്. കൊല്ലിച്ചു നിന്നെ. ഷീല, നീ എന്നെ കുറിച്ച് തെറ്റിദ്ധരിച്ചിരിക്കുക. നീ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും ഞാൻ ചിന്തിച്ചിട്ട് ഈ പിള്ളേരെ കൊണ്ട് ഞാൻ തോറ്റു. അത് ശരി, 2 പേരുടെ കുട്ടികൾ ഇതുവരെ മാറിയിട്ടില്ലല്ലേ? ഞാൻ ചായ എടുത്തു വെച്ചിട്ടുണ്ട്. വന്നേ, വരാൻ. ഇങ്ങോട്ട് വന്നേ. നാണം ഇല്ലല്ലോ കൊച്ചു കുട്ടികളെ പോലെ വഴക്കുണ്ടാക്കാൻ. അങ്ങോട്ടിരുന്നേ. ഓ, ഇനി നിന്നെയും ഞാൻ വന്ന് വിളിച്ചോണ്ട് വരണോ? ഇങ്ങോട്ട് പാടി. ഇരിക്കെവിടെ. ഇനി ചായ കുടിച്ചിട്ട് മതി സംസാരം. നിന്നോടാ പറഞ്ഞത് കുടിക്കാൻ. സുരേഷിനോട് ഞാനൊന്നും
ഒരു ചേച്ചി എന്ന നിലയിലാണ് സംസാരിച്ചിട്ടുള്ളത്. നിങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം നിങ്ങളെപ്പോലെ തന്നെ എനിക്കും നന്നായിട്ട് അറിയാവുന്നതല്ലേ. പ്ലീസ് ഇനി ഇത് നീട്ടിക്കൊണ്ടു പോകരുത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും സാമാന്യം മോശമില്ലാത്ത ജോലിയുണ്ട്. ഉള്ളതുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കണം. ഇനി പുരുഷൻ എന്ന നിലയിൽ സുരേഷാണ് ഉറച്ച തീരുമാനം എടുക്കേണ്ടത്. ചേച്ചി പറഞ്ഞൊന്നും എനിക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല. ഞാനൊരല്പം സാവകാശം ഇവളോട് ചോദിച്ചേ. സാവകാശം ഞാൻ രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച മാതാപിതാക്കളെ ഒരു നിമിഷം കൊണ്ട് വലിച്ചെറിയാന്നൊക്കെ പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചത് ചിന്തിക്കാൻ കൂടി വയ്യ. പോരാത്തതിന് രണ്ടുപേരും രണ്ട് മതത്തിൽപ്പെട്ടവരും. ചേച്ചി, ഞാൻ അവളെ വേറെ ആർക്കും വിട്ടുകൊടുക്കില്ല. അത്രയ്ക്കിഷ്ടം എനിക്ക് അവളെ, അത്രയ്ക്കിഷ്ടം. ഞങ്ങൾക്കിടയിലെ പ്രശ്നം സ്ത്രീധനമാണ്. ധനം, ധനം മാത്രം. എല്ലാം ശരിയാകും മോനെ. ഞാൻ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കാം. ഒന്നാമത് അവളൊരു സുഖമില്ലാത്ത കുട്ടിയും, പിന്നെ ഇന്ന് അവളുടെ മൂഡും ശരിയല്ല. നിങ്ങളൊക്കെ പഠിച്ചവരല്ലേ. മനുഷ്യനെന്തിനാ ജാതിയോ മതമൊക്കെ? രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചയാളാണ് എൻ്റെ ഭർത്താവ്. ഞാനതിൽ അഭിമാനം കൊള്ളുന്നവളാണ്. അവർക്ക് ജാതിയുമില്ല മതവുമില്ല. എല്ലാവരും അവർക്ക് ഒരുപോലെയാണ്. ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത. അവൾക്ക് നന്നായി ഫീൽ ചെയ്തിട്ടുണ്ട്. ചേച്ചി അവളെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ വീട്ടിലൊന്നുകൂടി പറഞ്ഞു നോക്കട്ടെ. ശരി സുരേഷ്. ശരി ചേച്ചി. ആയിക്കോട്ടെ. ആ അമ്മേ, ഞാനാ. പറഞ്ഞതിൽ മാറ്റമൊന്നുമില്ല അമ്മേ. അവൻ പറയുന്നത് അവൻ്റെ അമ്മ നിർബന്ധം പിടിക്കണമെന്ന. കുറഞ്ഞതൊരു 75 പവനെങ്കിലും വേണമെന്ന്. നമ്മളത് എവിടെ നിന്നുണ്ടാക്കാൻ അമ്മേ? ഉള്ളതെല്ലാം കൂടി കൂട്ടിയാൽ 25 പവൻ കാണും. പിന്നെ ചേച്ചിയുടെ അവതാരം കൊണ്ട് വാടക ഒഴുക്കാതെ കഴിയുന്നത്. ചേച്ചിയും കൂടി സഹായിച്ചാലും 75 പവൻ ആവില്ല. അപ്പച്ചൻ്റെ ആശുപത്രിയിലെ ചെലവിനാണെങ്കിൽ എൻ്റെ ശമ്പളം തികയൊന്നുമില്ല. ജോണിക്കുഞ്ഞിന്റെ പഠിത്തവും എനിക്കൊന്നും അറിയില്ലമ്മേ. ഞാൻ ഫോൺ കട്ട് ചെയ്യണമേ. ഇനി എനിക്ക് അവൻ്റെ കാല് പിടിക്കാനൊന്നും വയ്യ. ഇന്ന് ഞാനൊരു തീരുമാനം എടുക്കും.
എൻ്റെ ആത്മഹത്യക്ക് ആരും ഉത്തരവാദിയല്ല. ഞാൻ സ്നേഹിച്ചത് നട്ടലില്ലാത്തൊരു പുരുഷനെയായിരുന്നു. അവൻ്റെ വീട്ടുകാർക്ക് പൊന്നും പണവും മാത്രമായിരുന്നു വേണ്ടത്. പോരാത്തതിന് ഞങ്ങൾ 2 മതത്തിൽപ്പെട്ടവരും. ഒരു പാവപ്പെട്ട കുടുംബത്തിൽ പിറന്ന എനിക്ക് വിവാഹം സ്വപ്നങ്ങൾക്കും അപ്പുറമായിരുന്നു. പ്രതീക്ഷകളെല്ലാം തകർന്ന എനിക്ക് മരണം മാത്രമായിരുന്നു ആശ്രയം. അതിനു വേണ്ടത് ഞാൻ എൻ്റെ ബാഗിൽ കരുതിയിരുന്നു. നിന്റെ ആത്മഹത്യാക്കുറിപ്പാണ് ഇങ്ങനെ ഒരു കത്തെഴുതാൻ എന്നെ പ്രേരിപ്പിച്ചത്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമാകില്ല. ജീവിതം ജീവിക്കാനുള്ളതാണ്. അതെടുക്കാൻ അത് തന്ന പടച്ചോന് മാത്രമേ അവകാശമുള്ളൂ. ഞാനൊരു കള്ളനാണ്, എന്നാൽ മനുഷ്യ സ്നേഹിയുമാണ്. നിന്റെ വേദന ഞാൻ മനസ്സിലാക്കുന്നു.
നീ സ്നേഹിച്ച നിന്റെ പുരുഷനെ തന്നെ നീ വിവാഹം കഴിക്കണം. അതിനു വേണ്ടുന്ന പണം ഇവിടെ ഞാൻ വയ്ക്കുന്നു. സ്ത്രീധനത്തിനും ജാതിമത ചിന്തകൾക്കും സമൂഹത്തിലെ അനീതിക്കും തിന്മയ്ക്കുമെതിരെ പോരാടേണ്ടത് കള്ളനാണെങ്കിലും എൻ്റെയും ധർമ്മമാണ്. നീ ആഗ്രഹിച്ച പുരുഷനെ തന്നെ വിവാഹം കഴിക്കണം. അതിനാവശ്യമുള്ള പണം ഞാൻ ഈ കത്തിനോടൊപ്പം ഇവിടെ വയ്ക്കുന്നു. പിന്നെ ഈ കത്തിനോടൊപ്പം ഒരു ഒളിക്യാമറയും ഞാൻ വയ്ക്കുന്നു. കുറേ കാലമായി നിങ്ങളുടെ ഫ്ലാറ്റിലെ വാച്ച്മാൻ്റെ ഒളിച്ചുകളിയാണ്. ഇത് ചൂഷണവും പണസമ്പാദന മാർഗവുമാണ്. കുറച്ച് പണം കൊടുത്താൽ ഇവൾക്കൊരു ജീവിതം കിട്ടുമെങ്കിൽ സ്ത്രീധനത്തോടും ജാതി ചിന്തകൾക്കുമെതിരെ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് കുറച്ച് പണം, അത് സൽക്കർമ്മമായി മാറട്ടെ.
Come on. Look fast. സാറേ, നമ്മളെ രാവിലെ തൊട്ട് അവൻ തീറ്റിച്ചല്ലേ. അവന് ഒന്ന് ചവിട്ടി അരച്ചേക്കണേ. അവന് കേറിയിരിക്കാൻ കണ്ട ഫ്ലാറ്റ്. അവൻ്റെ ഉണ്ടക്കം വന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ഏയ് നോ 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 നോ. അവരോട് പെട്ടെന്ന് അഡ്മിറ്റ് ആകാൻ പറയും. ആ സാറിനെ അന്വേഷിച്ചെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ കൊണ്ട് വിളിക്കാം. അന്വേഷിച്ചു. എടോ, ലിവറിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ കുട്ടിയുടെ കാര്യം ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ? ഇതിപ്പോൾ എത്ര ദിവസം എന്ന് എനിക്കറിയാവോ? 27 ദിവസമായി. അവർ പാവങ്ങളാണ് സാർ. ഓട്ടോ ഓടിച്ചു കിട്ടുന്ന പൈസ കൊണ്ടാണ് അയാൾ ആ കുടുംബം നോക്കുന്നത്. എപ്പോഴും പ്രേമിക്കുന്നവർ പരസ്പരം പറയാറില്ലേ സാർ, നീ എൻ്റെ കരളാണെന്നൊക്കെ? ശരിക്കും അത് യാഥാർത്ഥ്യമായി കണ്ടത് ഇവരുടെ ജീവിതത്തിലാണ്. സ്വന്തം കരളാണ് അയാൾ കാമുകിക്ക് വേണ്ടി പകുത്തു കൊടുത്തത്. അങ്ങനെ ഒരാളെ സലിമെ, തൻ്റെ ഈ പൈങ്കിളി കഥ കേൾക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ വിളിപ്പിച്ചേ. ഇന്നും കൂടെ പൈസ അടച്ചില്ലെങ്കിൽ അവർ റൂമിൽ നിന്ന് ഇറക്കി വിടും. പിന്നെ എന്നോട് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. സാർ, ഈ അവസരത്തിൽ സാറും കൂടെ അവരെ കൈവിടരുത്. എടോ, താൻ ഇവിടുത്തെ ഒരു PR മാത്രമാണ്. ആ കുട്ടിയുടെ പൈസ അടച്ചില്ലെങ്കിൽ എൻ്റെ ജോലിക്ക് വരെ പ്രശ്നമാവും. ഇന്ന് കാശുമായി വരാമെന്നാണ് കാസിംബായി പറഞ്ഞത്. ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പ്. നിർത്തോ. താൻ കുറെ നാളെയല്ലോ കാസിംബായി എന്ന് പറയുന്നത്. ഇതാരേ കാസിംബായി? കോടീശ്വരനോ അതോ കൊള്ളക്കാരനോ അതോ പിടിച്ചു പറിക്കാരനോ? സാർ ഈ പറഞ്ഞതൊന്നുമല്ല കാസിംബായി. ഹൃദയത്തിൽ നന്മകൾ മാത്രം സൂക്ഷിക്കുന്ന ഒരു നല്ല മനുഷ്യൻ. ഇപ്പൊ സാറിന് മനസ്സിലായില്ലേ, അദ്ദേഹം ഈ ചെയ്യുന്നതെല്ലാം പാവങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഏയ്, ഇതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല സലിമേ. പൈസ അടച്ചില്ലെങ്കിൽ അതൊക്കെ വലിയ പ്രശ്നങ്ങളാവും. അതുകൊണ്ടാണ് ഞാൻ ക്യാമറയൊക്കെ റെഡിയാണോ? എന്താ സലിമേ ക്യാമറയൊക്കെ? അല്ല സാർ, ഡോക്ടറോട് ചോദിക്കാന്ന് പറഞ്ഞ ചാനലില് സാറിനെ വെച്ചിട്ട് ഒരു ലൈവ് പരിപാടി ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ എന്നെ വെച്ചിട്ടോ? ടിവിയിലോ? അതെല്ലാരും കാണുമോ? ഇതൊക്കെ നേരത്തെ പറയണ്ടേ സലിമേ? ഞാൻ പോയിട്ട് ഫേഷ്യൽ ചെയ്തിട്ട് വന്നാലോ? അല്ല, ഒരു കാര്യം, ഞാൻ മീശ ഓടിച്ചിട്ട് വരാം. ഭാര്യ പറഞ്ഞിട്ടുണ്ട് നന്നായിരിക്കും. വന്ന് പോയി ഷൂട്ട് ചെയ്യാം. അല്ല സാർ, അപ്പൊ കുട്ടിയുടെ പൈസയുടെ കാര്യം? കുട്ടിയുടെ പൈസ അതൊക്കെ എപ്പോ വേണം നമുക്ക് അടക്കാൻ മേലെ സലിമേ. പൈസ ആണോ വലുത്? മനുഷ്യരിൽ നിന്നുള്ള സ്നേഹമല്ലോ വലുത്, അല്ലേ സലിമേ? പൈസ കൊടുത്ത് നമുക്ക് ഇങ്ങനെ ടിവിക്കകത്ത് വരാൻ പറ്റുമോ സലിമേ? സലിം ഇങ്ങോട്ട് വന്നേ. സലിമാണ് ശരിക്കും PR. നീ പോടി. പിന്നെ എന്നാലും ഞാൻ നിന്നെ കെട്ടാൻ പോകുന്ന പട്ടിയല്ലേ? നിന്നോട് പറഞ്ഞ മാറിയിരിക്കേ. ഓ പിന്നെ ഞാനല്ല പിന്നെ വേറെ നിന്റെ അടുത്ത് വന്നിരിക്കുന്നത്. അതൊക്കെ ശരി, നീ ഇപ്പൊ മാറി. നീ അവിടെ ഇറങ്ങി, ഞാൻ നിനക്ക് ഉമ്മ തരാം. നീ പോടി. ഓ പിന്നെ ഞാൻ നിന്നെ കെട്ടാൻ പോകുന്ന പട്ടിയല്ലേ? ഓ പിന്നെ ഞാനല്ല പിന്നെ വേറെ നിന്റെ അടുത്ത് വന്നിരിക്കുന്നത്. അതൊക്കെ ശരി, നീ ഇപ്പൊ മാറി. നീ അവിടെ ഇറങ്ങി, ഞാൻ നിനക്ക് ഉമ്മ തരാം. ചേച്ചി, നമുക്ക് ഇൻടോണല്ലേ കേൾക്കുന്നേ? നീ പോടി. ഓ പിന്നെ എന്നാലും ഞാൻ നിന്നെ കെട്ടാൻ പോകുന്ന പട്ടിയല്ലേ? ഏയ്, അതൊന്നുമല്ല. നമുക്ക് മാത്രമുള്ള ഈ റിംഗ് ടോൺ വേറെ ആരെങ്കിലും ആയിരിക്കും. ഞാൻ ഉണ്ടാക്കിയ റിംഗ് ടോൺ ആണല്ലോ കേട്ടത്.
നമ്മുടെ ബസ് മാത്രം കാണുന്നില്ലല്ലോ ചേച്ചി. നമ്മുടെ ബസ് വരാൻ സമയമാകുന്നല്ലേ ഉള്ളൂ. പൈനിയർ എടിതേ ബസ് വന്നു. ആ ചേച്ചി വാ. അയ്യോ, ഇത് എന്റെ ഫോണല്ലോ. ദേ എന്റെ മടിയിൽ വന്ന് വീണതാ. എങ്ങനെ ഇവിടെ വന്നു? ഫ്ലാറ്റിൽ പിടിച്ച കള്ളൻ അയാളല്ലേ? അതല്ലേ ഇവിടെ കൊണ്ടുവന്നിരുന്നേ? ആരായിരിക്കും? അല്ല, നമ്മുടെ വീട്ടിൽ ക്യാഷ്. അയ്യോ, ഈ ഫോൺ ഇത് എങ്ങനെ ഇവിടെ വന്നു? ദേ അവിടെ ഒരാൾ നിന്ന് കൈ കാണിക്കുന്നുണ്ട്. ഇനി അയാളാണോ കള്ളൻ? അയാളൊന്നുമില്ല. ഇത് എങ്ങനെ ഇവിടെ വന്നു? എനിക്ക് ആകെ കൺഫ്യൂഷൻ ആയല്ലോ. ഹലോ സാർ. എന്നെ മനസ്സിലായോ? ഇപ്പോഴോ? എന്നെ ഓർമ്മയുണ്ടോ? എന്തായാലും ബാറ് നിർത്തിയത് കൊണ്ട് ചായക്കടയിലൊക്കെ നല്ല തിരക. മഴ 2 ദിവസം കൂടെ കാണുമെന്നാ തോന്നുന്നത്. 2 ദിവസം കൂടെ കാണുമെന്നാ പറയുന്ന മഴ. കുഞ്ഞിന്റെ കരച്ചിലാണ്. കുഞ്ഞ് അയ്യോ ചോരക്കുഞ്ഞ്. അവൻ നിക്കണോ? നിക്കാൻ നിക്കണോ?
ആരാടാ കുത്തിനെ കളയുന്നത്? ആരുടെ കുഞ്ഞിനെ കൊണ്ട് കളയാൻ പറഞ്ഞു? പട്ടി. കഷ്ടം, ആ കുഞ്ഞിനെ മയക്കി കിടത്തിയായിരിക്കും കൊണ്ടുവന്നത്. ഏതോ ദുഷ്ടയായ സ്ത്രീ ഇവിടെ ഉപേക്ഷിച്ചതാ. കാസിമേ വന്നോ? എമ്പാടും നേരായി കുട്ടിയാൾ അന്യം കാത്തിരിക്കണം. ഇതാ ഇന്നൊരു സമ്മാനം കൂടെ കിട്ടി. ഇവൾ ബോട്ട് ചെട്ടിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിട്ടിയതാ. ഇതാ ഇവൾ ഇക്കാക്കയുടെ കയ്യിൽ സുരക്ഷിതമാണ്, എനിക്ക് ഉറപ്പുണ്ട്. അതാ നല്ല മൊഞ്ചുള്ള കുഞ്ഞ്. ഈ മനുഷ്യന്മാര് പലരും ഇബിലീസുകളാണ് കേട്ടോ. അല്ലെങ്കിൽ എങ്ങനെ മനസ്സ് വരും ഈ ചോര കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ? ഓ, ആ ഒരു പക്ഷേ പെൺകുട്ടി ആയോണ്ടാവും. കാസിമേ, ഇത് കണ്ടോടാ, ഈ വന്ന് കേറിയപ്പോള്ള ആ കുട്ടിയാളൊരു സന്തോഷം. ഇന്നോട് വരെ ഇല്ലാത്ത സ്നേഹവും ബഹുമാനമാണ് ഓല അനക്ക് തരണത്. അല്ല കാസിമേ, ഈ എത്ര കാലം ഇങ്ങനെ ഒറ്റയാനായിട്ട് കഴിയും? അനക്കും വേണ്ടിയുടെ ഒരു കുടുംബം. ഇവരെല്ലാം വളർന്ന് വലുതാകും. അപ്പോഴേക്ക് ഈ തളർന്നു പോകും. വയസ്സുകാലത്ത് താങ്ങുന്നവരുമായിട്ട് അനക്കും വേണ്ട ആരെങ്കിലും. ഇക്കാക്കയ്ക്ക് ഇപ്പോ ഞാനില്ലേ, അതുപോലെ എനിക്കും ഇവരുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ഉണ്ടാവും. നന്മ ചെയ്യുന്നവരെ പടച്ചോൻ കൈവിടില്ല എന്ന് ഇക്കാക്കയല്ലേ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. ശരിയാ മോനെ, അത് എല്ലാം ഞാൻ ഇന്നലത്തെ പോലെ ഓർക്കുന്നു. കോഴിക്കോട് വലിയങ്ങാടിയിൽ നമ്മൾ കച്ചവടം നടത്തുന്ന കാലം, നല്ല മഴയുള്ളൊരു ദിവസേനും കൂടിയ നേരത്തെ അടച്ച് കുടിയിലേക്ക് മടങ്ങുന്ന നേരത്താണ് നമ്മൾ അബുവിന്റെ പൊളിച്ചിട്ട് വീടിക്കോലായിന്ന് ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടത്. വല്ല നാടോടികളുടെ കുഞ്ഞായിരിക്കും എന്നാണ് നമ്മൾ കരുതിയത്. ചെന്ന് നോക്കുമ്പോ ഒരു മീൻകൊട്ടെ കിടക്കണ്. ഈ നമ്മളെ നെഞ്ചു തകർന്നു പോയി. പിന്നൊന്നും ആലോചിച്ചില്ല. അന്നെ നമ്മൾ ഈ മാറോട് ചേർത്ത് വളർത്തി ഈ നിലയിലാക്കി. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ എൻ്റെ വാപ്പയും ഉമ്മയുമെല്ലാം എൻ്റെ ഇക്കാക്കയാണ്. ഇവിടെ വരുമ്പോഴാണ് എനിക്ക് ആരെങ്കിലും ഉണ്ടെന്നുള്ളൊരു തോന്നൽ. ഈ പാവങ്ങൾക്ക് വേണ്ടിയാ ഞാൻ ജീവിക്കുന്നത്. ഞാനൊരു അനാഥനാണ്. എൻ്റെ ജീവിതവും അനാഥർക്ക് വേണ്ടിയാണ്. പഠിച്ചവനും പഠിക്കാത്തവനും, പണമില്ലാത്തവനും പണമുള്ളവനും, വലിയവനും ചെറിയവനും ഒരു നിമിഷത്തിൻ്റെ സുഖത്തിനു വേണ്ടി കാട്ടിക്കൂട്ടുന്ന അപരാധത്തിൻ്റെ ബാക്കി പത്രമാണ് തെരുവിലേക്ക് വലിച്ചെറിയുന്ന ഈ ചോരക്കുഞ്ഞുങ്ങൾ. തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ട എന്നെ മാറോട് ചേർത്ത് സ്നേഹം തന്ന് നന്മ പറഞ്ഞു തന്ന് വലുതാക്കിയ ഈ കേക്കെ പോലെ ഞാനും ഈ കുഞ്ഞുങ്ങളെ സ്നേഹിച്ച് നേർവഴിക്ക് കൊണ്ടുവരും. അഴുക്കുചാലിൽ വീഴാതെ ലോകത്തിലെ ഒന്നാമത്തെ ജനാധിപത്യ രാജ്യത്തിലെ മാതൃകാ പൗരന്മാരായി ഞാനിവരെ വളർത്തും. അത് മുതിർന്ന ഒരു പൗരന്റെ കടമ കൂടിയാണ്. എന്നോടുകൂടി ഈ മോഷണത്തൊഴിലും അവസാനിക്കണം. മോനെ കാസിമേ, അന്റെ വാക്കുകൾ കേൾക്കുമ്പോ
ഞമ്മക്ക് പെരുത്ത് സന്തോഷം തോന്നുന്നുണ്ട്. അന്നെ വളർത്തി വലുതാക്കിയല്ലേ ഞമ്മക്ക് അഭിമാനം തോന്നുന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ ജനങ്ങളുടെയും പോലീസിന്റെയും കണ്ണില് ഈ കള്ളനാണെങ്കിലും രോഗത്തിന് ചികിത്സിക്കാൻ കാശില്ലാതെ വലയുന്നവർക്കും സ്വന്തം പെമ്മക്കളെ കെട്ടിച്ചയക്കാൻ ഗതിയില്ലാത്തവർക്കും നീ വലിയവനാണടാ. വിശക്കുന്നവൻ അന്നം കൊടുക്കുന്നവൻ പടച്ചോന് തുല്യനാണ്. നീ പാവങ്ങളുടെ പടച്ചോനാടാ. ഈ നൂറ്റാണ്ടിലെ കൊച്ചുണ്ണിയാടാ നീ, കൊച്ചുണ്ണി. ഇന്ന് തെരുവിൽ വളരുന്ന കുട്ടികളാണ് നാളെ സാമൂഹ്യ ദ്രോഹികളായി തീരുന്നത്. അനാഥ കുട്ടികളെ നോക്കാനാണെന്ന് പറഞ്ഞ് അനാഥാലയങ്ങൾ തുടങ്ങുന്നു. കുട്ടികളെ നോക്കാനല്ല, അതിന്റെ മറവിൽ സംഭാവനകൾ വാങ്ങി കോടികൾ ഉണ്ടാക്കാൻ. ജനങ്ങളെ സേവിക്കാനാണെന്ന് പറഞ്ഞ് അധികാരത്തിൽ കയറി സ്വന്തം സുഖങ്ങൾ മാത്രം നോക്കുന്ന ഒരു കൂട്ടർ. 2.5 വയസ്സ് പോലും തികയാത്ത പിഞ്ചു പെൺകുട്ടികളെ പീഡിപ്പിക്കുന്ന കാമപ്രാന്തന്മാരുടെ നടുവിലാടാ നമ്മള്. സംസ്കാര സമ്പന്നരുടെ നാടാണ് പോലും. സ്ത്രീ പീഡനത്തിന് 1ാം സമ്മാനം കിട്ടാൻ വേണ്ടി മത്സരിക്കുക രാഷ്ട്രീയക്കാരും തെമ്മാടികളും. മോനെ, ചിലപ്പോ തോന്നിപ്പോവാണ് അറബി നാട്ടിലെ പോലുള്ള നിയമങ്ങൾ ഇവിടെ ഉണ്ടാവണമെന്ന് യുവന്മാരുടെയൊക്കെ തല കണ്ടിക്കാൻ. ഈ ശൈത്താന്മാരെയൊക്കെ രക്ഷിക്കാൻ രാഷ്ട്രീയക്കാരാണ് കൂട്ടുനിൽക്കുന്നത്. അവരെയൊക്കെ ചാട്ടവാറ് കൊണ്ടടിക്കണം. സലീമാണെന്ന് തോന്നുന്നു. ഇക്കാക്ക, എനിക്ക് ഉടനെ പോകണം. ശരി മോനെ കാസിമേ, പടച്ചോൻ നിന്നെ കാക്കും. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ഇരിക്കൂ. ക്യാഷ് മുഴുവൻ അടച്ചാൽ ഇന്ന് തന്നെ രോഗിയെ ഡിസ്ചാർജ് ചെയ്യാം. ക്യാഷ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഡോക്ടർ, മുഴുവൻ കാശ് ഇതിലില്ല. ഒരല്പ സാവകാശം തന്ന ബാക്കി ക്യാഷ് ഞങ്ങൾ എത്തിച്ചോളാം. ലുക്ക് മിസ്റ്റർ സലീം, എനിക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇങ്ങനൊരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതിനിടയ്ക്കാണ് നിങ്ങളുടെ കുറെ സില്ലി മാറ്റേഴ്സ്. ഈ ആതുര സേവനം എന്നൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷെ അതൊക്കെ പ്രാക്ടിക്കൽ ആക്കാനാണ് ബുദ്ധിമുട്ട്. സോറി, ഇപ്പൊ തന്നെ നിങ്ങൾ വളരെ വൈകി. ഒരു കാര്യം ചെയ്യൂ, ബില്ല് മുഴുവൻ സെറ്റിൽ ചെയ്തിട്ട് ആ കുട്ടിയെ ഡിസ്ചാർജ് കൊണ്ട് പോയിക്കോളൂ. ഡോക്ടർ, സോറി, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ സമയമില്ല. സോറി. സമയവും ആർക്ക് വേണ്ടിയും കാത്തു നിൽക്കില്ല. ഇതാണല്ലേ കാസിം ഭായി. അയ്യോ, തോക്ക് പാവന്ന് പറഞ്ഞ് തോക്ക് കേട്ടാ നടക്കുന്നത്. ഇതെവിടെ ബെല്ല്? ഇവിടെ ഇവിടെ ഇവിടെ. സിസ്റ്റർ സോഫി, വരും മോളെ. മറ്റേ എന്താ റൂം നമ്പർ 12 പേഷ്യന്റ് ഉണ്ടല്ലോ, ആ കുട്ടിയുടെ ഡിസ്ചാർജ് ഷീറ്റ് പെട്ടെന്ന് കൊണ്ടുവരൂ. വേഗം വേണം കേട്ടോ. പോയിക്കോളൂ മോളെ. ഇത്രയും സിൻസിയർ ആണ് കാസിം ഭായി എന്ന് എന്താ നേരത്തെ പറയാതിരുന്നത്? അവസരം വരുമ്പോൾ പറഞ്ഞാൽ മതിയല്ലോ സാറേ. അത് മതി, അത് മതി. എന്നാലും സലിമൻ എന്നോടൊന്ന് പറയായിരുന്നു. പറയാമായിരുന്നു, പക്ഷെ പറയാൻ ഡോക്ടർ സമ്മതിക്കണ്ടേ? സമ്മതം ചോദിക്കുന്നത് എന്താ മനസ്സമ്മതോ? അടിക്കും ഞാൻ. ഇതൊക്കെ ഇടയ്ക്ക് കയറി അങ്ങ് പറയണ്ടേ? അല്ലേ? ഇദ്ദേഹത്തിന് വേറെ നിറയെ പണിയുണ്ടേ. സോഫി മോളെ വാ. അഡ്മിറ്റ് ഡിസ്ചാർജ് ചെയ്തു കൊണ്ടുപോകൂ. സൈൻ ചെയ്യണം അല്ലേ? എവിടെ പേന? അയ്യോ, ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. കൂടെ പോയിക്കോളൂ, പോയിക്കോളൂ. തോക്കെടുക്കാൻ മറക്കണ്ട. അതെ, രോഗികളെ ഇങ്ങനെ സേവിച്ചാൽ മാത്രം പോരാ, വല്ലപ്പോഴും സേവനം കൂടി ചെയ്യണം. ചെയ്യാം, ചെയ്യാം. തോക്കെടുത്തെങ്ങാനും ഒരു കീച്ച് കീച്ചിരുന്നെങ്കിൽ ടി വിയിലെ ഷോയും കാണാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. ഹലോ, വേണ്ട വേണ്ട, ഇരിക്കെ. ഇത് കാസിം ഭായി. ഞാൻ പറഞ്ഞില്ലേ കാസിം ഭായി വരുമെന്ന് പറഞ്ഞാൽ വന്നിരിക്കുമെന്ന്. ഇപ്പൊ എല്ലാവർക്കും സമാധാനമായല്ലോ. ഇനി നമുക്ക് പോവാം.
ഇങ്ങനെ ഒരു ജീവിതം തിരിച്ചു തന്ന അങ്ങയെ ഒരു ദൈവത്തെ പോലെ ഞാൻ കാണുന്നു. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. മോള് എന്നോടല്ല നന്ദി പറയേണ്ടത്. നിന്റെ ജീവൻ തിരിച്ചു കിട്ടാൻ കരള് പങ്കുവച്ച രഘുവിനോടാണ്. അവനാണ് ദൈവതുല്യൻ. ഇന്നത്തെ കാലത്ത് ആരും ചെയ്യാത്തൊരു സൽപ്രവൃത്തിയാണ് രഘു ചെയ്തത്. ഇതാണ് യഥാർത്ഥ സ്നേഹം. ഇത്തരം സന്ദർഭങ്ങളിൽ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ രഘു ഒരിക്കലും ആ കൂട്ടത്തിൽപ്പെട്ട ആളല്ല. രോഹിണിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞ രഘുവിന് എൻ്റെ മംഗളാശംസകൾ. ഇത് സമൂഹത്തിനൊരു പാഠമായിരിക്കട്ടെ. വരൂ പോകാം. മോളെ സൂക്ഷിച്ചു. സലീം ഇവരെ ഭദ്രമായി വീട്ടിൽ കൊണ്ടെത്തിക്കണം. ശരി ഭായ്. Hands up. Arrest him. ഒത്തിരി നന്ദിയുണ്ട് സർ. എനിക്കെന്റെ ജീവനും എന്റെ ജീവിതവും അങ്ങയുടെ ദയവാണ്. ഒരുപാട് നന്ദി. ഇപ്പോ മോള് പോയിക്കോ. Mm.